ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് KSFE പവർ ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന യൂസർ നെയിമും പാസ്വേഡും മറന്നുപോയാൽ എങ്ങനെയാണ് റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. KSFE പവർ ആപ്ലിക്കേഷൻ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അതുപോലെ KSFE പവർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് KSFE ചിട്ടി പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോകളൊക്കെ നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് KSFE പവർ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാനുള്ള യൂസർ ഐഡിയും പാസ്വേഡും എങ്ങനെയാണ് റീസെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. പ്ലേ സ്റ്റോറിൽ KSFE പവർ ആപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ KSFEയുടെ പവർ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അത് നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്യുക. അതിനുശേഷം ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഞാനത് ഇവിടുന്ന് ഓപ്പൺ ചെയ്യുകയാണ്. പാസ്വേഡും അതുപോലെ യൂസർ നെയിം എങ്ങനെ റീസെറ്റ് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം യൂസർ നെയിം റീസെറ്റ് ചെയ്യാം. അതിനായിട്ട് ഫോർഗെറ്റ് യൂസർ നെയിം എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജ് തുറന്നു വരും. ആദ്യം കാണുന്ന ബോക്സിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെയുള്ള ഡേറ്റ് ഓഫ് ബർത്ത് എന്നുള്ള ബോക്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഡേറ്റ്, മന്ത്, ഇയർ, മന്ത്, ഡേറ്റ് ക്രമത്തിൽ സെലക്ട് ചെയ്ത് കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ 10+9 അതിൻ്റെ ആൻസർ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ചെക്ക് ആൻസർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബോക്സ് ഓപ്പൺ ആയി വരും. അവിടെ ആയിട്ട് നിങ്ങൾക്കൊരു വെരിഫിക്കേഷൻ കോഡ് വരുന്നതാണ്. വന്ന വെരിഫിക്കേഷൻ കോഡ് എൻ്റർ ചെയ്ത് കൊടുത്ത് വെരിഫൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ ഒരു പേജ് തുറന്നു വരും. ഇവിടെ പുതിയൊരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യാം. അതിനായിട്ട് ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ, അക്കങ്ങളടങ്ങുന്ന യൂസർ നെയിം ക്രിയേറ്റ് ചെയ്ത് താഴെയുള്ള സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ യൂസർ നെയിം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യണം. അതിനായിട്ട് ഫോർഗെറ്റ് പാസ്വേഡ് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിം മുകളിലത്തെ ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിന് തൊട്ട് താഴെയായിട്ട് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇയർ, മന്ത്, ഡേറ്റ് എന്ന ക്രമത്തിൽ സെലക്ട് ചെയ്ത് കൺഫേം ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ചെക്ക് ആൻസർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു 1 ടൈം പാസ്വേഡ് വരുന്നതാണ്. വന്ന 1 ടൈം പാസ്വേഡ് ഈ കാണുന്ന ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയുള്ള വെരിഫൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇങ്ങനെ ഒരു പേജ് തുറന്നു വരും. ഇവിടെ ആയിട്ട് പുതിയൊരു പാസ്വേഡ് റീസെറ്റ് ചെയ്യാം. അതായത് പുതിയൊരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. ആദ്യം കാണുന്ന ബോക്സിൽ പാസ്വേഡ് ടൈപ്പ് ചെയ്യുക. അതേ പാസ്വേഡ് തന്നെ താഴെയുള്ള ബോക്സിലും ടൈപ്പ് ചെയ്ത് കൊടുത്ത് സേവ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. പാസ്വേഡിൻ്റെ ഫോർമാറ്റ് ഞാനിവിടെ സ്ക്രീനിൽ കൊടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്യാം. അതിനായിട്ട് ഏറ്റവും മുകളിൽ കാണുന്ന ബോക്സിൽ നിങ്ങളുടെ യൂസർ നെയിം, അതായത് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത യൂസർ നെയിമും അതുപോലെ തന്നെ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത പാസ്വേഡും താഴെയുള്ള ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണിക്കും. അതിൻ്റെ ആൻസർ താഴെയുള്ള ബോക്സിൽ ടൈപ്പ് ചെയ്ത് കൊടുത്ത് ചെക്ക് ആൻസർ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്ത് കഴിഞ്ഞു. KSFEയുടെ പവർ ആപ്ലിക്കേഷൻ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, അതുപോലെ KSFE പവർ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് KSFE ചിട്ടി പേയ്മെൻറ്റ് ചെയ്യുക എന്നുള്ള വീഡിയോകളൊക്കെ നമ്മുടെ ചാനൽ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള പുതിയ അറിവുകൾക്കായി നിങ്ങൾ ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ നമ്മുടെ ചാനൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. പുതിയൊരു അറിവുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.